സംസ്ഥാന കലോത്സവം സ്വർണ്ണക്കപ്പ് ജേതാക്കളായ കണ്ണൂരിന് സ്വീകരണവും സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള ഘോഷയാത്രയും നടക്കുകയാണ്. വലിയ സ്വീകരണമാണ് കണ്ണൂരിൽ മാഹിയിൽ ജില്ലയുടെ അതിർത്തിയായ മാഹിയിൽ ഒരുക്കിയിരിക്കുന്നത്. അവിടെ വെച്ച് വിദ്യാർത്ഥികളെയും സ്വർണ്ണക്കപ്പും സ്വീകരിച്ചുകൊണ്ട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന വലിയ ആഘോഷപൂർണമായ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള വാഹനം അവിടെ നിന്ന് പ്രയാണം തുടരുകയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ ആഘോഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിജേഷ് ഗോവിന്ദൻ ചേരുന്നു. വിജേഷ്, എങ്ങനെയാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്? എത്ര ദൂരമാണ് സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ട് പോകുന്നത്? എത്രത്തോളം വലിയ ആഘോഷ പരിപാടികളാണ് കണ്ണൂർ ഒരുക്കിയിരിക്കുന്നത്? തൃശ്ശൂരിൽ ഇന്നലെ സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പുമായിട്ട് ജേതാക്കളായ കണ്ണൂർ ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. കണ്ണൂർ ടീമിനെ ഇപ്പോൾ മാഹി പാലത്തിൽ വെച്ച് സ്വീകരിച്ചിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളാണ് ഈ സ്വീകരണം ടീമിനെ സ്വീകരിച്ചിരിക്കുന്നത്. മാഹി പാലത്തിൽ നിന്ന് സ്വീകരിച്ച ടീമിനെ ഇനി കണ്ണൂരിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുക. ഘോഷയാത്രയായിട്ടാകും ഈ സംഘം കണ്ണൂരിലേക്ക് എത്തുക. ആദ്യം ഈ മാഹിപ്പാലത്തിൽ ചെറിയ തരത്തിലുള്ള സ്വീകരണമുണ്ട്. അത് കഴിഞ്ഞ് തലശ്ശേരി ടൗണിലാണ് അടുത്ത സ്വീകരണ പരിപാടി. തുടർന്ന് ധർമ്മടത്തും, അത് കഴിഞ്ഞ് കോട്ടട, എടക്കാട്, അതുപോലെ താഴെ ചൊവ്വ, മേലെ ചൊവ്വ, അത് കഴിഞ്ഞ് വൈകിട്ട് 4:30 കണ്ണൂർ ടൗണിൽ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സമയക്രമങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. 2 മണിക്ക് തുടങ്ങാനിരുന്ന പരിപാടി ചില സാങ്കേതിക കാരണങ്ങളാൽ കുറച്ച് വൈകിയിരിക്കുകയായിരുന്നു. നേരത്തെ തൃശ്ശൂരിൽ നിന്ന് സംഘം ട്രെയിനിനാണ് മാഹിയിലെത്തിയത്. മാഹിയിൽ ട്രെയിൻ ഇറങ്ങിയ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ മറ്റ് ടീം അംഗങ്ങളെയും സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആണ് ഈ കപ്പ് ഇപ്പോൾ ഇവിടെ ഈ വാഹനത്തിൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ്. അവരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉൾപ്പെടെയുള്ള സംഘമാകും ഇനി ഈ ഘോഷയാത്രയായി കണ്ണൂരിലേക്കുള്ള യാത്രയിൽ പങ്കെടുക്കുക. ഒപ്പം വിദ്യാർത്ഥികൾ പല കേന്ദ്രങ്ങളിലായിട്ട് ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഏതായാലും കണ്ണൂരിന് 6ാമത് തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഘോഷയാത്രയും നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഘോഷയാത്രയിൽ വലിയ സ്വീകരണം എല്ലാം ഇനി വരുന്ന ഓരോ സ്വീകരണ കേന്ദ്രത്തിലും തെറ്റുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ കണ്ണൂരിൽ വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വർണ്ണക്കപ്പ് വഹിച്ച ഘോഷയാത്ര നടക്കുകയാണ്. മാഹിയിൽ നിന്നാണ് കപ്പ് സ്വീകരിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഓരോ